ഹലോ മച്ചന്മാരെ, പാലക്കാടൻ ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് മൂന്നാറാണ് കേട്ടോ. നമ്മുടെ കുറച്ച് ചങ്കുകളെ കാണാൻ വേണ്ടി മൂന്നാറിലേക്കും വന്നു. പാലക്കാട് ടു മൂന്നാർ അറൗണ്ട് ഹാർഡ്ലി 200 കിലോമീറ്റേഴ്സിനടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാർക്ക് നല്ല മഴയുണ്ട് ഗൈസ്. വരുമ്പോൾ നല്ലൊരു റെയിൻകോട്ട് തന്നെ വാങ്ങിച്ചിട്ട് വന്നുള്ളൂ. കാരണം ഞാൻ വരുമ്പോൾ ജസ്റ്റ് വഴിയിൽ ഒരു 100 രൂപയുടെ 200 രൂപയുടെ അങ്ങനത്തെ ചെറിയൊരു റെയിൻകോട്ട് വാങ്ങിച്ചു വന്നത്. അതുകൊണ്ട് നല്ല മഴ നനഞ്ഞു. മാത്രമല്ല പാലക്കാട് തൊട്ട് മൂന്നാർ വരെ മഴ നനയേണ്ടി വന്നു. എനിക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ പോരുന്നവർക്ക് സൂക്ഷിച്ചോളൂ കേട്ടോ. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മൂന്നാറ് നല്ല മഴയാണ്. മൂന്നാർ എത്തുന്ന വരെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നാണ്. അപ്പോൾ കറങ്ങാനായിട്ട് വന്നതൊന്നുമല്ല, ഒരു ട്രിപ്പായിട്ട് വന്നതൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പിള്ളേരൊക്കെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷിപ്പിലായത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് ലീവ് കിട്ടിയത്. അപ്പോൾ ഒരു 3 മാസം ലീവിൽ ഹാർഡ്ലി ഒരു 1-2 മന്ത്സോളം ഞാൻ ചുമ്മാ വേസ്റ്റ് ചെയ്ത് വീട്ടിലിരുന്നിട്ട് ഇങ്ങോട്ടൊന്നും പോരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പോയി വന്നത്. അപ്പോൾ ഞങ്ങോട്ട് വന്ന് ഒരു ഒരു 2 hours ആയി ഞാൻ പോകുന്നിട്ട്. ഞാൻ എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടോ. ഞാൻ ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പ്ലാനില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനിൽ ചുമ്മാ അങ്ങ് കയറി പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്ന് റൂമൊക്കെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എത്തിയുള്ളൂ. നല്ല മഴ, പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാൻ എടുത്ത റൂംസ് കുഴപ്പമില്ല, അടിപൊളി റൂമാണ്. ഒരു ഫാമിലിയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂം കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരെ കൂടെ ഉണ്ട്, എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 2 ചങ്കോള്. ഒരാളൊരു ഫോട്ടോഗ്രാഫറും, പിന്നെ ആളിപ്പോൾ ചുമ്മാതിരിപ്പോൾ, ആൾക്ക് വേറെ പണിയൊന്നുമില്ല. പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു ഇവളുടെ ആഗ്രഹം. അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ പബ്ജി കളിച്ചിരിക്കുക. പബ്ജിയുള്ള വെടിപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇതിനെല്ലാം ചവിട്ടിക്കൂട്ടിക്കൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ പോകണുണ്ട് ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞങ്ങളങ്ങനെ റൂമിനകത്ത് തന്നെ ഇരിക്കുകയുണ്ടോ. പുറത്തൊന്നും പോയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ അറൗണ്ട് ഒരു 7 മണി 7:30 ആവാറായി, ഈ നൈറ്റായി. സോ ഇനി നാളെ കാലത്ത് നമുക്കൊന്ന് മൂന്നാർക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ പുറത്തൊക്കെ ഒരുവിധം മഴയൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചോണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ റൂമൊക്കെ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേണം കഴിക്കാൻ പോകാനായിട്ട് കേട്ടോ. ഇത് മൂന്നാറല്ല, മൂന്നാറിൽ നിന്ന് കുറച്ച് പിന്നിലേക്കാണ് കേട്ടോ. ഒരു 5-10 കിലോമീറ്റർ പിന്നിലേക്കാണ്. ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വല്ല മഴയൊന്നും ഇപ്പം ഇല്ല. മഴ കുറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ എത്താറായി, അധികം ഇല്ല. ഇവിടെ അടുത്തൊരു തട്ടുകട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തട്ടുകടയുണ്ട്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പോയി ഫുഡ് കഴിക്കുന്ന തട്ടുകടയൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ തട്ടുകട. ഞങ്ങളത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട എന്താ, ക്വാണ്ടിറ്റി വേണം, ക്വാളിറ്റി വേണം, അതേപോലെ തന്നെ റീസണബിൾ പ്രൈസ് ആയിരിക്കും. ഇത് മൂന്നും കൂടെ ഞങ്ങൾക്ക് മൂന്നാറിൽ കിട്ടിയൊരു ഒരു ചോയ്സ് ഈ കടയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആ ഫുഡ് ആയാലും ശരി, മറ്റെന്തായാലും ശരി, നല്ല അടിപൊളിയായിരുന്നു. എല്ലാം ക്വാണ്ടിറ്റി ആയാലും ശരി, ക്വാളിറ്റി ആയാലും ശരി, ടേസ്റ്റ് ആയാലും ശരി, എല്ലാം നല്ല പൊളിയായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വരാറുള്ളൂ. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം എപ്പോഴും വരാറുള്ള ഒരു കടയായിരുന്നു കേട്ടോ. ഇപ്പോൾ മിഡ് നൈറ്റ് ഞങ്ങളിപ്പോൾ വിശക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടാണ് കറക്റ്റ് വരുന്നത്. കാരണം മിഡ് നൈറ്റ് വരുന്നത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ നല്ല ഫുഡ് കിട്ടും. ഇതൊക്കെ എത്തി. കപ്പ ബിരിയാണി ഇരിക്കുന്നു, പൊറോട്ട വിത്ത് ചിക്കൻ, അടുത്താള് പൊറോട്ട വിത്ത് ചിക്കൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ വന്നാൽ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ. എല്ലാം ആനച്ചാലിൻ്റെ കടയാണ് കേട്ടോ. എല്ലാം ഉണ്ടോ. ബീഫിൻ്റെ ഒരു 4 വെറൈറ്റി, ചിക്കൻ ഉണ്ട്. കാട കണ്ടോ, കാട തൂക്കിയിട്ട് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് സാധനം. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ. കട്ടനും കൂടെ എത്തിയിട്ടാ. നല്ല കട്ടൻ ചായ വിത്ത് കേരള പൊറോട്ട, ഒരു ചിക്കൻ റോസ്റ്റ്. ഇത് എവിടെ അടുത്ത കേരള പൊറോട്ട, ചിക്കൻ റോസ്റ്റ് ഓൺ ഫയർ. നമ്മൾ വിത്ത് കപ്പ ബിരിയാണി, കപ്പ ബീഫ് വിത്ത് കട്ടൻ ചായ ഓൺ ഫയർ. നല്ല അടിപൊളി കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായത് കൊണ്ട് തന്നെ നല്ല ചൂട് സാധനം കഴിക്കാനായിട്ട് വേറെ ലെവലാ. എത്ര പൊറോട്ട കിട്ടാലും ഒറ്റയ്ക്ക് കഴിക്കുന്നുള്ള ആത്മവിശ്വാസത്തോടെ ആക്കിയുടെ പുരുതം കണ്ടോ. നമ്മളെ ചെറിയ അടുത്ത പൊറോട്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇത് കണ്ടോ, ഓൺ ഫയർ ആണ്. നമ്മൾ മാത്രമേ പിന്നിലേക്കുള്ളൂ. ഇവിടെ എല്ലാവരും നല്ല കട്ടൊക്കെ നിൽക്കുന്നത്. ഇത് നോക്കിയേ, ഇങ്ങനെ വടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ആക്കി പുള്ളിക്കാരൻ പുള്ളി പറഞ്ഞ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പറഞ്ഞത്. കേരള പൊറോട്ട വിത്ത് ചിക്കൻ റോസ്റ്റ്. ഇതാ നമ്മൾ ആ അടുത്ത പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് അടുത്ത പൊറോട്ട എത്തി. ഓൺ ഫയർ, ജെറിൻ ഓൺ ഫയർ, മിസ്റ്റർ ജെറിൻ ഓൺ ദ ഓപ്പറേഷൻ വിത്ത് എക്സ്ട്രാ ഗ്രേവി ഒക്കെ ഇതാ. മിസ്റ്റർ അസൽ ഓൺ ഫയർ. ബീഫൊക്കെ കൂട്ടി ഇതേ ഒരു പിടുത്തൊക്കെ പിടിക്കാനുണ്ടാ. ചിക്കനൊക്കെ ചിക്കൻ. ഓ, ചിക്കൻ റോസ്റ്റ് ആണല്ലോ അല്ലേ. ആഹാ, അയ്യവാ, രണ്ടും കട്ടക്കാണല്ലോ.
ഞാൻ എൻ്റെ ഓപ്പറേഷനിലേക്ക് കിടക്കാൻ പോകട്ടോ. ഞാൻ കപ്പ ബിരിയാണി ഉണ്ട് പറഞ്ഞത്. ഇത് നമ്മുടെ നാട്ടിലെ കപ്പ ബിരിയാണി എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഈ കപ്പ ബിരിയാണി ഇത് കുറച്ച് വാട്ടറിയാണ്. നമ്മുടെ കിട്ടുമ്പോൾ നമ്മുടെ എഗ്സ് ആൻഡ് കപ്പ നല്ല മിക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ കപ്പ മിക്സ് എന്നൊക്കെ പറയല്ലേ, ആ ഒരു ടൈപ്പ്. പക്ഷേ ഇവിടെ കുറച്ച് വാട്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കപ്പ മിക്സ് ആണ് കേട്ടോ. നമ്മൾ ഈ തണുപ്പത്തില്ലേ ഇതേപോലെ ചൂട് കപ്പ ബിരിയാണിയുടെ കൂടെ ഒരു കട്ടൻ കാപ്പി, അല്ലെ സോറി, ഇത് കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലല്ലോ വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളി. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളി ചൂടിനേക്കാളും കൂടുതൽ എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്, അതേപോലെ കട്ടൻ ചായ വിത്ത് ഈ ക്ലൈമറ്റിലൂടെ കഴിക്കുമ്പോഴല്ലേ ഒരു രക്ഷയില്ല. സെറ്റ്. അതൊന്നും ആയില്ല. ഞാൻ പിന്നിലാണെന്നുണ്ട് പറഞ്ഞ നിൽക്കുക. അതനുസരിച്ച് ആളുടെ തീരുമാനമനുസരിച്ച് നമുക്കിത് കഴിച്ചു തുടങ്ങാം. പൊളി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല വാട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു സാധനം. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ, ഞങ്ങളുടെ പാലക്കാട് നിന്ന് കഴിക്കുമ്പോഴില്ലേ ഇത്രയ്ക്ക് ഈ വാട്ടർ ആവാറില്ല. നല്ല വാട്ടറായിട്ട് കുറച്ച് ഊണിനൊക്കെ ടോപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ഇന്ന് എത്തിയുള്ളൂ. ഇന്ന് എത്തിയപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനമില്ല. കാരണം ഞാനിവിടുന്ന് പോയതിന് ശേഷം ഒരുപാട് മിസ് ചെയ്തു ഈ കപ്പ ബിരിയാണി. കാരണം ഞാനിവിടെ ഉള്ള സമയത്ത് ഞാൻ എന്നും കഴിക്കുന്ന സാധനമായിരുന്നു. എന്നും മോസ്റ്റ്ലി എല്ലാ സമയത്തും ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇതേപോലെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കഴിക്കുന്ന സാധനമായിരുന്നു. ഇന്നിപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട്, അതെ, ഡിന്നർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ടീക്ക് ഓഫ് ചെയ്ത രീതിയിൽ ഈ ഒരു കമ്പനിയുടെ കൂടെ വിത്ത് കട്ടൻ ചായ വിത്ത് കപ്പ ബിരിയാണി പൊളി ഒക്കെ കൊള്ളാട്ടോ. ഞാനെൻ്റെ ദൗത്യം കംപ്ലീറ്റ് ചെയ്തു. അടിപൊളി. ഇക്ക പിന്നെ ഓടി തീർത്തുകൊണ്ട് തന്നെ കുഴപ്പമില്ല അല്ലേ. ഫുഡടി കഴിഞ്ഞു കേട്ടോ. അതെ, ജെറിന് ഇപ്പോഴും തൊട്ടതൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അയ്യവാ, നമുക്ക് ബില്ലടിക്കാൻ പോവാം. ബില്ലടിച്ചിട്ട് ബാക്കി കളിയും കേട്ടോ. നമുക്ക് ബില്ല് എത്ര ചോദിക്കാം. ഞങ്ങൾ ഇത്രയും കഴിച്ചിട്ടും വലിയ ബില്ലൊന്നും ഇല്ല കേട്ടോ. വളരെ ചെറിയൊരു ബില്ല് ഇവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക്. കാരണം ചെറിയൊരു മഴയ്ക്ക് കൂടെ കോളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി പുറത്തെവിടെ നിൽക്കുന്നില്ല തീരുമാനിച്ചു. കാരണം ആരുടെ റെയിൻ കോട്ടും ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പോൾ റൂമിലേക്ക് കണ്ടു പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചെത്തിട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വിശ്രമിക്കണം. കാരണം പാലക്കാട് ടു മൂന്നാർ ഒറ്റ ട്രിപ്പായിരുന്നു. എവിടെയും നിർത്താതെ വന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അറൗണ്ട് ഞാനും എൻ്റെ വണ്ടിയും ചത്തു തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 200 കിലോമീറ്ററൊക്കെ നിർത്താതെ വണ്ടി ഓടിച്ചു അത് മഴയത്ത്. അയ്യോ, അത് പോരാത്തതിനും ബ്ലോക്കൊക്കെ, റോഡ് പണി നടക്കുന്നതുകൊണ്ടൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നിട്ട് എല്ലായിടത്തും. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇനി ഒന്ന് ഉറങ്ങണം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഒരാൾ ആ പബ്ജി കളി ഫുഡ് കഴിച്ചതിന് ശേഷം അവർ കണ്ടിന്യൂ ചെയ്യുന്നു, ഒരാൾ കണ്ടിന്യൂ ചെയ്യുന്നു, ഒരാളിത് ഫോട്ടോ ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരൊക്കെ അവരുടെ പ്രൊഫഷണൽ ബിസികളിൽ മുഴുകിയിരിക്കുന്നു. ഞാനിവിടെ ചുമ്മാ അങ്ങനെ അത് നോക്കിയിരിക്കുന്നു. അപ്പോൾ മച്ചന്മാരെ നമ്മൾ മൂന്നാറൊക്കെ തെണ്ടിത്തിരിയാൻ നാളെ ഇറങ്ങുന്നുള്ളൂ. ഇന്നിനി വയ്യ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. നമുക്ക് നാളെ കാണാം. ബൈ.